1200 ഏക്കർ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ 100 കൊല്ലം പഴക്കമുള്ള ഒരു ബംഗ്ലാവിൽ താമസിക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് ഞങ്ങൾ. അപ്പോൾ വെൽക്കം ടു ദി 100 ഹൗസ്, വയനാട്. വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ തോരുമല എന്ന് പറഞ്ഞ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ബംഗ്ലാവാണിത്. കിഷ സ്റ്റേസ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് ഇത് മാനേജ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള 3 ബെഡ്റൂമാണ് ഈ ബംഗ്ലാവിലുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും വരാന്ത ഉള്ളത് കൊണ്ട് ഓരോ ബെഡ്റൂമിനും നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വരാന്തയുണ്ട്. ഈ ബംഗ്ലാവിൻ്റെ ഒരു ചെറിയ ഹോം ടൂർ നമുക്കിത് കാണാം. ഇതൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഏത് ബാൽക്കണിയിൽ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ അധികവും പഴയ കാലത്തെ ഫർണിച്ചറുകൾ തന്നെയാണ് അവർ കുറച്ചുകൂടി മോഡിഫൈ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്ത് വാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഒന്നും ഒരു മോഡേണൈസ് ഒന്നും ചെയ്തിട്ടില്ല. ചുറ്റും വരാന്തകളാണ്. ആ വരാന്തയിൽ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂം കാണാം. ആ ലിവിങ് റൂമിൽ നമുക്കിങ്ങനെ ലോഞ്ച് പോലെ ഇരിക്കാം. വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന അവിടെയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാം വളരെ മിനിമലായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഡെക്കറേഷൻസ് ഒക്കെ ആയാലും ധാരാളം പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ വളരെ അട്രാക്റ്റീവായിട്ടും നല്ല എസ്തെറ്റിക് ആയിട്ടാണ് അവരുടെ ആ ഒരു ഇൻറ്റീരിയർ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ആ ലിവിങ് റൂമിൽ നിന്ന് കയറി വരുന്ന ഒരു പാസേജ്. അവിടുന്ന് ഒരു ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് ഡൈനിങ് ഏരിയ ആണ്. അതും വളരെ വലുതാണ്. ഈ മേശയൊക്കെ ആണെങ്കിൽ അവർ അന്നത്തെ മേശ തന്നെയാണ്. ഇത് 100 കൊല്ലം പഴക്കമുള്ള മേശയും കസേരയൊക്കെ അവർ കുറച്ച് കുഷനൊക്കെ ഇട്ട് ഒന്ന് പോളിഷൊക്കെ ചെയ്തെടുത്തിരിക്കുന്നു, അല്ലാണ്ട് വേറെ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ച് രാവിലെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് എപ്പോഴെങ്കിലും ചായ കുടിക്കണം, കാപ്പി കുടിക്കണം തോന്നുകയാണെങ്കിൽ അവർ ചെറുതായിട്ട് അവിടെ അതിൻ്റെ പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. ഒരു കെറ്റിലും പിന്നെ കാപ്പിയുടെ സാധനങ്ങളും ചായയുടെ സാഷയും പഞ്ചസാരയും ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ടേബിളും, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ആ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പം അവിടെ ഒരു മുറിയുണ്ട്, മറ്റേ ഈ അറ്റത്തും ഒരു മുറിയുണ്ട്. അങ്ങനെ 2 മുറിയായി. പിന്നെ മറ്റേ ഫ്രണ്ടിലും ഒരു മുറിയുണ്ട്. അങ്ങനെ 3 മുറി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു എന്താ പറയുക, വാക്കിംഗ് സ്പേസ് പോലെ ഉണ്ട്. ഇല്ല, ഫുൾ ജനൽ വെച്ച് അവിടെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇതാണ് ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂം ഏകദേശം ഇതേപോലെ തന്നെയാണ്. കിങ് സൈസ് ബെഡും ഉണ്ട്. അതേപോലെ വലിയ ഒരു വാർഡ്രോബും പിന്നെ സൈഡ് ടേബിളും പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിള്, അതേപോലെ ഫയർ പ്ലേസ്, അങ്ങനെ എല്ലാ സ്ഥലത്തും ആ ഒരു പണ്ടത്തെ കാലത്തെ അതേ ആ സ്റ്റൈലിൽ തന്നെയാണ് അവർ വച്ചിരിക്കുന്നത്. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതേ ആ വാക്കിംഗ് പാസേജിൻ്റെ അവിടെ എത്തും. അവിടുന്ന് വേറൊരു അറ്റത്തും ഇതേപോലെ ഒരു റൂമുണ്ട്. അതാണ് ഞങ്ങളെടുത്ത മുറി. അപ്പം ആ മുറി ഞാൻ കാണിക്കാം. അതും ഇതേപോലെ തന്നെയാണ്. പക്ഷേ അതിലൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കിഡ്സിന് വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങളെടുത്ത മുറി. അപ്പോൾ ഇത് കിഡ്സിന് വേണ്ടിയിട്ട് 2 ബെഡ് വെച്ചിട്ട് ഒരു ചെറിയ റൂമും കൂടി ഈ മുറിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. അതും വളരെ യൂസ്ഫുൾ ആണ്. കാര്യം ഒരു ഫാമിലി ഓഫ് 4 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിനകത്ത് 4 ഒരു 5-6 പേര് ഈ മുറിയിൽ നമുക്ക് താമസിക്കാൻ പറ്റും. എല്ലാ മുറിയിലും ഇതുപോലെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ഫയർ പ്ലേസും ഒക്കെ അതേപോലെ തന്നെ അവർ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുറികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും വളരെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ബാൽക്കണി ഉണ്ട് ഇവിടെ. ഇതാണ് കിഡ്സിൻ്റെ റൂം എന്ന് പറഞ്ഞത്. 2 ബെഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അവിടുന്ന് നമുക്ക് ബാത്റൂമിൽ കയറാൻ പറ്റും. അവിടെ ഡോറുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ നിന്ന് ബാത്റൂമിൽ കയറാം. ബാത്റൂമും അതുപോലെ വളരെ സ്പേഷ്യസ് ആണ്. 2 വലിയ റൂമായിട്ടാണ് ബാത്റൂം ഉള്ളത്. ഒന്ന് ടോയ്ലറ്റും മറ്റേത് നമുക്ക് കുളിക്കാനുള്ള സ്ഥലവും, അങ്ങനെ സെപ്പറേറ്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അവരെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ മാറ്റ് ആണെങ്കിലും പിന്നെ ഡസ്റ്റ്ബിൻ ആണെങ്കിലും എല്ലാം അവർ ആ ഒരു ചൂരൽ കൊണ്ട് ഉണ്ടാക്കിയതും നമ്മൾ കഴിക്കുന്ന ടേബിളിലിടുന്ന ക്ലോത്ത്, അതൊക്കെ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. എല്ലാ റൂമിൽ നിന്നും നമുക്കിങ്ങനെ പുറത്തേക്ക് വരാന്തയിലേക്ക് ഇറങ്ങാം. മാത്രമല്ല സീലിംഗ് ഒക്കെ വളരെ ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടും ചൂടൊന്നുമില്ല. വളരെ കൂളായിട്ട് ആണ് അതിനകത്ത്. പക്ഷേ AC ഒക്കെ ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് AC ഉപയോഗിക്കാം.
പിന്നെ ഇത് കുറച്ച് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് പറയാനില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. നമുക്ക് സൺസെറ്റ് ആണെങ്കിലും സൺറൈസ് ആണെങ്കിലും അതേപോലെ ഫോഗ് ആണെങ്കിലും മഴയാണെങ്കിലും ഏത് കാലാവസ്ഥയിലും നമുക്ക് അവിടെ നിന്ന് വളരെയധികം ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇത്. ഞങ്ങളവിടെ 2 ദിവസം സ്റ്റേ ചെയ്തപ്പോൾ ഒരു ദിവസം മുഴുവൻ മഴയായിരുന്നു. പക്ഷെ മഴയാണെങ്കിലും നമുക്ക് ആ മഴയുടെ ഭംഗി ആസ്വദിച്ച് പ്രകൃതിയുടെ സൗണ്ടുകൾ മാത്രമേ അവിടെ കേൾക്കുള്ളൂ. ആൾക്കാരുടെ വർത്തമാനം പോലും കേൾക്കില്ല. വളരെ സ്ലോ ആയിട്ടുള്ള ലൈഫാണ്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ തേയില തോട്ടങ്ങളിലെത്തും. അപ്പോൾ അവിടെ ത്തെ പണികളുമൊക്കെ ഇവർ വളരെ നല്ലതായിട്ട് ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മളവിടെ കണ്ടു. പിന്നെ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ കളിക്കാനും ടൈം പാസിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ക്യാരം ബോർഡ് ഉണ്ട്, അതുപോലെ ചെസ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, റാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ലൂഡോ കളിക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം രാത്രിയുള്ള വ്യൂ ആണിത്. ഫുൾ മിസ്റ്റായിട്ട് രാത്രി ലൈറ്റിൻ്റെ ഇടയിൽ കൂടി ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ഫുൾ കവേർഡ് ആയിരുന്നു മിസ്റ്റ് കൊണ്ട്. അതൊക്കെ ഒരു നല്ല രസമാണ്. നമുക്ക് വെളിയിലിരുന്ന് ഭക്ഷണം കഴിക്കാനും രാത്രി കുറേ നേരം അവിടെ ഇരിക്കാനൊക്കെ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഞങ്ങൾ 2 ദിവസം ഇവിടെ താമസിച്ചിരുന്നു. 2 ദിവസം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ പറയുന്നതിനനുസരിച്ച് അവരെന്താന്ന് വെച്ചാൽ അവരുണ്ടാക്കി തരും. വളരെ നല്ല ഹോംലി ഫുഡായിരുന്നു. നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ അടുത്ത് കടകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് തന്നെ കഴിക്കണം. വളരെ നല്ല ഫുഡായിരുന്നു. വളരെ ബിസി ആയിട്ടുള്ള നമ്മുടെ ഡെയിലി ഷെഡ്യൂളിൽ നിന്നൊക്കെ വിട്ടിട്ട് 1-2 ദിവസം നമുക്കൊരു റെസ്റ്റ് ചെയ്യണം, റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും നമുക്ക് 2 ദിവസം 3 ദിവസം ഇവിടെ ഒന്ന് താമസിച്ചാൽ നമ്മൾ ശരിക്കും റിലാക്സ്ഡ് ആവും. വളരെയധികം ലക്ഷറി ഉള്ള ഒരു ഹോം സ്റ്റേ ഒന്നും അല്ലെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എല്ലാ കംഫേർട്സും ഉണ്ട്. മാത്രമല്ല നല്ലോണം റിലാക്സ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ഈ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് കാട് പോലെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിലേ നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ലീച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം. മാത്രമല്ല മഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഒരു ടീ പ്ലാന്റേഷൻ്റെ ചുറ്റും ഒന്ന് നടന്നു ഇതിന് പോയിരുന്നു. നല്ല രസമാണ്. ഇവിടുത്തെ സ്റ്റാഫും നമ്മുടെ കൂടെ വരും. വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള മാനേജറും സ്റ്റാഫും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പണ്ടത്തെ കാലത്ത് നമ്മൾ പ്രകൃതിയോട് ചേർന്ന് എങ്ങനെ ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. നമ്മൾ മുറ്റത്തിറങ്ങലും നമ്മൾ അവിടെ ചെരുപ്പൊന്നും ഇല്ലാണ്ട് നടന്ന് വന്ന് കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴുകി മഴ ആസ്വദിക്കാം. അങ്ങനെ നമുക്ക് ശരിക്കും പണ്ടത്തെ ഒരു കേരള ലൈഫ് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവും. ഇത് ആക്ച്വലി വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാവും. ഇവിടുത്തെ കുറച്ച് നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ എല്ലാവർക്കും ബൈ.